ഡോക്ടർ മോഹൻ വർഗീസ്, പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തി സംഘർഷം കനക്കുകയാണ്. ഇറാനിലെ തന്ത്രപ്രധാനമായ കിഷൻ ദ്വീപിന് നേരെ അമേരിക്ക മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് തിരിച്ചടിയായി കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനവും മേഖലയിലെ മറ്റൊരു വ്യോമതാവളവും തങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ അവകാശവാദം. എന്നാൽ US സൈന്യം പൂർണ്ണമായും ഇത് നിഷേധിച്ചിട്ടുണ്ട്. മേഖലയിലെ അയൽരാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടുവെങ്കിലും അവയൊന്നും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയിട്ടില്ല എന്നാണ് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഒരു ഇറാൻ എണ്ണ ടാങ്കറിന് നേരെ US സെൻട്രൽ കമാൻഡ് മിസൈൽ ആക്രമണം നടത്തിയതോടെയാണല്ലോ ഈ പുതിയ സംഘർഷങ്ങളുടെയെല്ലാം തുടക്കം. ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ റൂം തകർന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിന് പിന്നാലെ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇതോടെ ഹോർമൂസിനോട് ചേർന്ന് കിടക്കുന്ന ഇറാന്റെ തന്ത്രപ്രധാന മേഖലയായ ഖിഷൻ ദ്വീപിന് നേരെ US സെൻട്രൽ കമാൻഡ് വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ദ്വീപിലെ വാർത്താവിനിമയ ടവറുകളും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളും തകർത്തതായാണ് അമേരിക്കയുടെ അവകാശവാദം. ഖിഷൻ ദ്വീപിലെ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ശക്തമായ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. ബഹ്റൈനിലെ മനാമയിലുള്ള അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ കേന്ദ്രത്തിന് നേരെയും കുവൈറ്റിലെ അമേരിക്കൻ സൈനികരുടെ താമസ കേന്ദ്രങ്ങൾക്കും വ്യോമതാവളങ്ങൾക്ക് നേരെയുമാണ് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. 3 ദിവസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് കുവൈറ്റിന് നേരെ ആക്രമണമുണ്ടാകുന്നത്. എന്നാൽ തങ്ങളുടെ രാജ്യത്തേക്ക് വന്ന ഡ്രോണുകളും മിസൈലുകളും ഫലപ്രദമായി പ്രതിരോധിച്ചതായി കുവൈറ്റും ബഹ്റൈനും അറിയിച്ചിട്ടുമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ് സാർ, എന്തായാലും അടിയും തിരിച്ചടിയും ശക്തമായി തുടരുകയാണ് ഇപ്പോഴും. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച ഇറാൻ US യുദ്ധത്തിൽ അമേരിക്കൻ ഭരണകൂടം പരസ്യമായി സമ്മതിച്ചതിനേക്കാൾ ഗുരുതരമാണ് അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ എന്ന BBC വെരിഫൈ നടത്തിയ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, റഡാറുകൾ എന്നിവയെല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. UAE അൽ ഉർവൈസ്, അൽ സാദർ ബേസുകളിലും ജോർദാനിലെ മുവാഫാക്ക്, സാൽത്തി ബേസിലുമൊക്കെയായി അത്യാധുനിക ആന്റി ബാലിസ്റ്റിക് മിസൈൽ ബാറ്ററി സംവിധാനങ്ങൾ, അതായത് ഈ THAAD, ഇതെല്ലാം തകർത്തിട്ടുണ്ട്. കൂടാതെ $700 മില്യൺ വിലയുള്ള E3 സെൻട്രി നിരീക്ഷണ വിമാനവും സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. F-15, F-35 യുദ്ധവിമാനങ്ങൾ, 24 MQ-9 റീപ്പർ ഡ്രോണുകൾ, A-10 അറ്റാക്ക് പ്ലെയിൻ എന്നിവ ഉൾപ്പെടെ ആകെ 42 വിമാനങ്ങൾ തകരുകയോ ഗുരുതരമായി കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് ഇതിലൂടെ സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതെല്ലാം നോക്കുമ്പോൾ യുദ്ധം നിർത്താതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഇറാന് മാരക പ്രഹരം നൽകാൻ ട്രംപ് തക്കം പാർത്ത് നിൽക്കുകയാണോ? അങ്ങനെ സംശയിക്കണം. ഒപ്പം തന്നെ അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഈ നഷ്ടത്തിന് ട്രംപ് മറുപടി പറയേണ്ടി വരില്ലേ അമേരിക്കയിൽ? ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുക, അതോടെ തീർന്നു. എത്ര ലളിതമല്ല യുദ്ധം. അമേരിക്ക വിചാരിച്ച അത്ര ലളിതമല്ല. വലിയൊരു പ്രഹരം, അല്ലെങ്കിൽ റിലൻറ്റ്ലെസ് സ്ട്രൈക്ക് ഫോർ എ ഫ്യൂ അവേഴ്സ് ഓർ മേ ബി ഫ്യൂ ഡേയ്സ്, അതോടെ തീർന്നു ഇറാൻ്റെ കാര്യം. ഇതായിരുന്നു അമേരിക്കയുടെ ഒരു യുദ്ധതന്ത്രം. ഇസ്രായേലും അമേരിക്കയും ചിന്തിച്ചത് അങ്ങനെയാണ്. പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് എന്നത് അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു കമ്പാരിസൺ വേണ്ടത് പുടിൻ്റെ യുദ്ധവുമായിട്ടാണ്. പുടിൻ പുറത്ത് ചിലത് പറഞ്ഞു, ഉക്രൈനെ അങ്ങ് വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞു. പക്ഷെ പൂർണ്ണമായി വിഴുങ്ങാൻ ആവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏതാനും ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കീയേവ് പിടിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ അത് പുടിൻ ദീർഘമായ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പ് വേണ്ടി വന്നാൽ തങ്ങൾ ഭടന്മാരെ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ സോഴ്സ് ചെയ്യും, കൊറിയയിൽ നിന്ന് വരെ പടയാളികളെ കൊണ്ടുവരും എന്ന് ചിന്തിച്ചുറപ്പിച്ച് തന്നെയാണ് പുടിൻ നീങ്ങിയത്. അദ്ദേഹത്തിനൊരു മിലിറ്ററി ബ്രെയിൻ ഉണ്ട്. അദ്ദേഹം ഏകാധിപതിയാണ്, വളരെ ടഫാണ്, വെരി ടഫ് നട്ട് ടു ക്രാക്ക്. അതാണ് വ്ളാഡിമിർ പുടിൻ. ട്രംപ് അങ്ങനെയല്ല, ഈ വിൽ ഗോ ഓൾ ഗൺസ് ബ്ലേസിങ്, ഇതെല്ലാം വാചകപടിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാനും കഴിയും, ഒരു ജനതയെ കൂടെ നിർത്താനൊക്കെ ഈ വാഗ്ധോരണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതീക്ഷകളുടെ ഒക്കെ ഒരു വലിയ കൂമ്പാരം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് വെച്ച് ജനാധിപത്യ പ്രക്രിയയിൽ അദ്ദേഹം അധികാരത്തിലെത്തി. പക്ഷേ മിലിറ്ററി സ്ട്രാറ്റജി ട്രംപിന് തീരെ വശമില്ലായിരുന്നു. അല്ലെങ്കിൽ ട്രംപ് മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റുകളായി കൂടെ കൂട്ടിയവർ അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചു. ഒന്ന് ബെഞ്ചമിൻ നെതന്യാഹു കുഴിയിൽ ചാടിച്ചു. ഈ പറയുന്ന ട്രംപിനെ പോലെ ഒരാളെ ഈ
ആടിനെ പച്ചില കാണിക്കുന്ന പോലെ കൂടെ കൊണ്ടുപോയി അവസാനം കുഴി ചാടിച്ചിട്ട് മാറി നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്, ഞാൻ പറ്റിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട്. അതൊന്ന്. രണ്ട്, സ്വന്തം സ്തുതിപാഠകർ തന്നെ അദ്ദേഹത്തെ കൊള്ളാവുന്നവരെയൊക്കെ അയാൾ പിണക്കി പറഞ്ഞു വിട്ടു. ട്രംപിൻ്റെ ഉപദേശകരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അവസാനം ട്രംപ് വിചാരിച്ചിടത്ത് നിന്നില്ല യുദ്ധം. ഈ നാശനഷ്ടങ്ങൾ ഒറ്റ അടി കൊടുത്താൽ പിന്നെ ഇറാൻ തീർന്നു എന്നല്ലേ വിചാരിച്ചത്. അടിക്ക് തിരിച്ചടി ഉണ്ടായി. പിന്നത്തെ വഴി എന്താ? നല്ലൊരു തിരിച്ചടി കിട്ടുമ്പോൾ എനിക്ക് നൊന്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു പിള്ളേരൊക്കെ നിൽക്കുന്ന മാതിരി ട്രംപ് അങ്ങ് നിൽക്കുകയാണ്. എനിക്ക് വേദനിച്ചതേ ഇല്ല, ഇവിടെ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. 19 അമേരിക്കൻ താവളങ്ങളുണ്ട് പേർഷ്യൻ ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ. ഈ 19 താവളങ്ങളിൽ മിക്കതിലും ഇറാനിയൻ അറ്റാക്ക് ഉണ്ടായി. ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളാണല്ലോ, അതുകൊണ്ടാണല്ലോ താവളങ്ങൾ അനുവദിച്ചത്. ഈ രാജ്യങ്ങളുടെയൊക്കെ ഈ ഒരു സുരക്ഷാ സംവിധാനം അല്ലെങ്കിൽ ഇൻഫർമേഷൻ പുറത്തു പോകുന്ന സംവിധാനമുണ്ടല്ലോ, അത് ഇൻടാക്റ്റാണ്. ഒരു ഫോട്ടോയും എടുക്കാൻ പറ്റില്ല. കുവൈറ്റിലും ഖത്തറിലും ബഹ്റിലും നിന്ന് ആരെങ്കിലും ഈ അമേരിക്കൻ സേനാ താവളങ്ങൾക്കുണ്ടായ നാശനഷ്ടം പകർത്താനൊരു ശ്രമം നടത്തിയാൽ അവൻ അവിടെ ജീവിച്ചിരിക്കുമോ? ഇല്ലല്ലോ. എന്നെ കേൾക്കുന്ന ആളുകളുണ്ടല്ലോ ഈ ഗൾഫ് രാജ്യങ്ങളിൽ. അവർക്ക് പറയാനാകുമോ? അവർ ഏതെങ്കിലും ആകാശത്തൂടെ പോകുന്ന മിസൈലിൻ്റെ അല്ലെങ്കിൽ തീഗോളങ്ങളുടെ ചിത്രം പകർത്തിയിട്ടുണ്ടാവാം. പക്ഷേ ദ റിയൽ ഡാമേജ് ഇൻ എൻ അമേരിക്കൻ ക്യാമ്പ് ഇൻ എനി കൺട്രി, ഇതൊന്നും പകർത്താൻ അവിടെ അടുത്ത് എത്താൻ പോലും ആവില്ല. അവിടുത്തെ പൗരന്മാർക്കും എത്താനാവില്ല, അവിടുത്തെ പ്രവാസി ജനതയ്ക്കും അവിടെ എത്താനാവില്ല. ഇതാണ് ട്രംപിൻ്റെ വിജയം, ഇതാണ് അമേരിക്കയുടെ വിജയം. തങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പുറം ലോകത്തോട് പറയുകയും അത് അമേരിക്കൻ ജനതയെ വിശ്വസിപ്പിക്കുകയും മാധ്യമങ്ങൾക്ക് പോലും ഒരു പഴുതും നൽകാതെ, പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും അമേരിക്കൻ താവളങ്ങൾക്കെതിരെ അകത്ത് കയറി പരിശോധന നടത്താനാവില്ല. സാറ്റലൈറ്റ് ഇമേജുകളുടെ നിയന്ത്രണം ആർക്കാണുള്ളത്? അതുള്ളത് അമേരിക്കയ്ക്കാണ്. പിന്നെ ചൈനീസ് സാറ്റലൈറ്റുകളും റഷ്യൻ സാറ്റലൈറ്റുകൾക്കും ഇത് പിടിച്ചെടുക്കാൻ പറ്റും. അവർക്കും സാറ്റലൈറ്റ് ഉണ്ടല്ലോ, ചാര ഉപഗ്രഹങ്ങളുണ്ടല്ലോ, അവർക്ക് ഏറിയൽ പിക്ചേഴ്സ് എടുക്കാൻ പറ്റും. അത് ഇറാന് കൃത്യമായിട്ട് നൽകാൻ പറ്റും. കൃത്യമായ വിവരങ്ങൾ ഇറാന് തങ്ങളുടെ ആക്രമണത്തിൽ എത്രത്തോളം നാശനഷ്ടം അപ്പുറത്ത് സംഭവിച്ചു എന്ന് ഇറാൻ അറിയാനുള്ള സംവിധാനമുണ്ട്. ഈ അറിഞ്ഞത് പലതും ഒരു തന്ത്രമെന്ന നിലയിൽ അവർ പുറത്ത് പറയില്ല. പറഞ്ഞാൽ ഒരു പക്ഷേ ആരും വിശ്വസിക്കണമെന്നുമില്ല. അത് ഇറാൻ ചുമ്മാ വമ്പ് പറയുന്നു എന്ന് മാത്രമേ വിശ്വസിക്കൂ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന സാവകാശമാണ്. ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് പലപ്പോഴും ഈ വിവരങ്ങൾ, നാസി അട്രോസിറ്റീസിനെ കുറിച്ചുള്ള വലിയ വിവരങ്ങൾ പലതും വരുന്നത്. 2ാം ലോകമഹായുദ്ധമൊക്കെ കഴിഞ്ഞ് ജർമ്മനിയൊക്കെ തകർന്ന് സഖ്യസേനകൾ അതൊക്കെ പിടിച്ച് പുതിയ ഗവൺമെൻറ് വന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ആ വിഡ്ത്ത് ഓഫ് ഡാമേജ് ജനതയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത്, ജൂതവംശജർക്ക് എന്ത് പറ്റിയെന്നുള്ളതും ഒക്കെ പൂർണ്ണമായി മനസ്സിലാകുന്നത് പിന്നീടാണ്. അതുകൊണ്ട് ഇത് യുദ്ധം അവസാനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അത്യന്താധുനികമായ F-35 ഒന്നോ രണ്ടോ എണ്ണം തകർന്നിട്ടുണ്ട്. F-14 F-15 വിമാനങ്ങൾ പലതും തകർന്നു. തകരുമ്പോൾ അമേരിക്ക ഉടൻ പറയുന്നത് എന്താണ്? ഇറാന്റെ മിസൈൽ ഏറ്റൊന്നും അല്ല കേട്ടോ, തങ്ങളുടെ വിമാനങ്ങളുടെ ചിറകുകൾ അങ്ങോട്ട് കൂട്ടി ഉരഞ്ഞു കേട്ടോ, അപ്പോൾ തീ പിടിച്ചു താഴെ വീണു, പൈലറ്റ് രക്ഷപ്പെട്ടു. ഇതൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ വെറും അപകടം പറ്റിയതാണ്, മിസൈൽ ഏറ്റല്ല. അപ്പോൾ പലതും ഇറാൻ്റെ മിസൈലുകൾ ഏറ്റിട്ടാണ്. അതുകൊണ്ട് MQ-9 ഡ്രോണുകൾ അത് പലതും താഴെ പോയി. വളരെ വിലയേറിയ ഡ്രോണുകളാണ്. ഒരു വ്യത്യാസമുണ്ട് ഇറാൻ്റെ ആയുധങ്ങളും അമേരിക്കയുടെ ആയുധങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇറാൻ്റെ ആയുധങ്ങൾ പഴകിയതായിരിക്കാം, വലിയ ഹൈടെക് ഒന്നും ആയിരിക്കില്ല, പക്ഷേ ചിലവ് കുറവാണ് ഉത്പാദനത്തിന്. മിക്കതും ഇൻഡിജിനസ് ആണ്. ഇറാനിൽ തന്നെ സ്പെയർ പാർട്ടുകൾ കിട്ടാം. അവിടെ തന്നെ ലോക്കലി കൊമേഴ്ഷ്യലി അവൈലബിൾ ആകുന്ന സ്പെയർ പാർട്ട് കൊണ്ട് എങ്ങനെ ഇഫക്റ്റീവായി ആയുധം നിർമ്മിക്കാം എന്നത് അതിൻ്റെ ഉസ്താദുകളാണ് ഇറാൻ. അപ്പോൾ അതുകൊണ്ട് ഉള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണമാക്കുകയാണ് ഇറാൻ. അത്രേ പറ്റൂ, അത്രയ്ക്കുള്ള പണമേ ഉള്ളൂ, അത്രയ്ക്കുള്ള വരവേ ഉള്ളൂ, ഉപരോധമൊക്കെ അല്ലേ. അപ്പോൾ അതെല്ലാം ചെയ്യുന്നു. അപ്പോൾ അത് തകർന്നാലും ഇത്ര നഷ്ടമേ ഉള്ളൂ, സാമ്പത്തിക നഷ്ടമേ ഉള്ളൂ. അമേരിക്കയുടെ അത്യന്താധുനികമാണ്. ഒരു ചെറിയ മിസ്ഹാപ്പ് പറ്റിയാലും ഇത് മുഴുവൻ ഉപയോഗശൂന്യമായിട്ടൊക്കെ പോവുകയാണ്. അതുകൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യതയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കൻ ജനത, നികുതിദായകൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അവരുടെ പേഴ്സ് ചോരരുത്, അവരുടെ കീശ ചോരരുത്. അങ്ങനെ നോക്കുമ്പോൾ ട്രംപിനോട് ചില അസുഖകരമായ ചോദ്യം അമേരിക്കൻ ജനത ചോദിക്കും. ട്രംപിന് ആരെയെങ്കിലും പേടിക്കണമെങ്കിൽ ആത്യന്തികമായി അമേരിക്കൻ ജനതയെ പേടിക്കണം, അമേരിക്കൻ നിയമവ്യവസ്ഥയെ പേടിക്കണം. അമേരിക്കൻ പാർലമെൻറ്റിനെയും പേടിച്ചെങ്കിലേ പറ്റൂ, അവരനുവദിച്ചെങ്കിലേ പണം ഉണ്ടാകൂ. ഒരു പരിധിയിൽ കൂടുതൽ നാശനഷ്ടം ഉണ്ടെങ്കിൽ റിപ്പയറിന് കൂടുതൽ പണം വേണം. ഇപ്പോൾ $1.5 ട്രില്യൺ ആണ് ഫ്രഷായി ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്രയും തുക കൊടുക്കാനൊന്നും പാർലമെൻറ്റിനാവില്ല.
അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗമാണത്. 30 ട്രില്യൺ ഇക്കോണമി മാത്രമാണ് അമേരിക്ക. അവിടെ ഡിഫൻസിൻ്റെ ഈ വർഷത്തെ ചിലവായിട്ട് $1.5 ട്രില്യൺ കൈമാറാനൊന്നും ആവില്ല. അത് ട്രംപിനും അറിയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ചില നേട്ടങ്ങൾ കാണിക്കാനുണ്ട്, കാര്യമായി ഒന്നും കാണിക്കാനില്ല. കുറേ നാശനഷ്ടം ഇറാനിലുണ്ടായി എന്നതുകൊണ്ട് അമേരിക്കക്കാർക്ക് എന്ത് പ്രയോജനം? അമേരിക്കൻ വിമാനങ്ങൾ തകരുമ്പം ശതകോടികളിലെ ഓരോ വിമാനത്തിൻ്റെയും ചെലവ്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് ആണ് ട്രംപ് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് തലയൂരണം, തലയിട്ട് പോയില്ലേ, അതുകൊണ്ട് തലയൂരണം. ഊരാനാവാത്ത രീതിയിൽ നാശനഷ്ടങ്ങൾ, അമേരിക്കൻ താവളങ്ങളിലെ നാശനഷ്ടങ്ങൾ, അമേരിക്കൻ മാൻ പവറിന് കാര്യമായ നാശനഷ്ടം ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതൊരു പക്ഷേ ശരിയായിരിക്കാം. പക്ഷേ വെപ്പൺസ്, അമ്യൂണീഷൻസ്, അതിൻ്റെ ഡിപ്പോകൾ ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രഹരശേഷി പൂർണ്ണമായി തീർന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അമേരിക്കയാണ്. അമേരിക്കയുടെ വലിപ്പമുണ്ട്, അത് സമ്മതിച്ചു കൊടുക്കണം. പക്ഷേ അത് മതിയാവില്ല ഇറാനെ അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത് പോലെ തരിപ്പണമാക്കി പരാജയപ്പെടുത്തി പരാജിത രാഷ്ട്രത്തെ കൊണ്ട് ഒപ്പുവയ്ക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴെങ്ങും പറ്റില്ല. അതുകൊണ്ട് പൂർണ്ണ യുദ്ധവിജയം നേടിയതിനു ശേഷം കരാറിൽ ഒപ്പുവെക്കാൻ കഴിയില്ല. യുദ്ധവിജയത്തിലൂടെ ഇവരുദ്ദേശിച്ച ഒരു ഭരണമാറ്റം നടത്താനുമാവില്ല. അത് നടത്തണമെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ കരയുദ്ധത്തിലേക്ക് നീങ്ങിയെങ്കിലേ ഒരു ഭരണമാറ്റം ഉണ്ടാകൂ. കരയുദ്ധം ഒട്ടും എളുപ്പമല്ല. ഇപ്പം ഇത്രയുമായ സ്ഥിതിക്ക് തീർത്തും പറയാൻ സാധിക്കും, അസാധ്യമായ ഒരു കാര്യമാണ് കരയുദ്ധം ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ നീണ്ടു നിന്നാലും അവിടെ മുഴുവൻ പ്രശ്ന സങ്കീർണമായി മാറും. കൂടുതൽ രാജ്യങ്ങൾ ഒരുപക്ഷെ അതിലേക്ക് വലിച്ചിഴക്കപ്പെടും. അതുകൊണ്ട് അസാധ്യമായ ഒരു കാര്യമാണ്. കൊക്കിൽ ഒതുങ്ങാത്തതിനെ കൊത്തി എന്ന ഒരു ചിന്ത ഇപ്പോൾ ട്രംപിന് വന്നു. സ്വന്തം നാശനഷ്ടങ്ങൾ, ശത്രുവിന് നേരെ നടത്തിയെന്ന് പറയുന്ന നാശനഷ്ടങ്ങൾ അളന്നു വന്നപ്പോൾ അത് അത്ര കൂടുതലൊന്നുമല്ല എന്ന് മനസ്സിലാക്കൽ, പിന്നെ അന്താരാഷ്ട്ര പൊതുജനാഭിപ്രായം, സ്വന്തം ജനതയുടെ അഭിപ്രായം, ഇതൊക്കെ എതിരാകുമ്പോൾ എങ്ങനെയെങ്കിലും തലയൂരി പോവുക എന്നതാണ് ബുദ്ധിപരമായ സമീപനം.